ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ വിക്രത്തിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ശ്രീജ വന്ന് വിളിക്കുകയാണ്. അമ്മേ, വിക്രത്തിനെ കുറിച്ച് ആലോചിച്ച് അമ്മ വിഷമിക്കേണ്ട, അവനൊന്നും സംഭവിക്കില്ല. അമ്മ വാ, അമ്മ പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മനെയും വിളിച്ച് ശ്രീജ അകത്തേക്ക് പോകണം. ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ കേക്കൊക്കെ കാറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ടേബിളിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അമ്മയും ശ്രീജയൊക്കെ വരും കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നന്ദിനി വരികയാണ്. അപ്പോൾ നന്ദിനി പറയാം, ആഹാ, അച്ഛൻ പറഞ്ഞതനുസരിക്കാതെ ഇതൊക്കെ ചെയ്യാണോ? നല്ല കാര്യമായിട്ടുണ്ട്, ഇതൊക്കെ അച്ഛൻ വേണ്ടാന്ന് രാവിലെ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അച്ഛന് ഇനി ഇതൊക്കെ ഇഷ്ടമാവുമോ എന്ന് കമലാമ്മ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛന് ഇഷ്ടമാവാതിരിക്കുന്നില്ല, ഇതിപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാരണം എന്താ, ഇതൊക്കെ സാധാരണ വീട്ടിൽ നടക്കണതല്ലേ അമ്മ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നന്ദിനി പറയും, അതെ, ഇത് അച്ഛന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ തന്നിഷ്ടം ചെയ്യാണോ? മുഖത്തടിച്ചതുപോലെ സംസാരിച്ചിട്ട് ഇപ്പം കേക്ക് മേടിച്ച് മുറിക്കുന്നു, കൊള്ളാം നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറയാണ് കേട്ടോ. ഈ സമയത്ത് വേദ പറയും, അമ്മ പോയി വിളിച്ചില്ലെങ്കിൽ ഞാൻ പോയി വിളിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മാഷയുടെ അടുത്തേക്ക് പോയിട്ട് അതേ ഒന്നിങ്ങ് വരുമോ, പിള്ളേരൊരു കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്, വാ ഒന്ന് മുറിക്കാം എന്ന് പറഞ്ഞിട്ട് കേക്കോ എന്തിനാണ് ഇവിടെ കേക്ക് വാങ്ങിച്ചത് എന്ന് വെച്ചിട്ട് അച്ഛനിങ്ങനെ അകത്തേക്ക് ചെല്ലാണ് കേട്ടോ. ഈ സമയത്ത് വിഷൻ അവിടേക്ക് വരുന്നുണ്ട്. ഹായ്, കേക്ക് ഇതേതാ ഫ്ലേവർ ശ്രീജി, വൈറ്റ് ഫോറസ്റ്റ് ആണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഏതായാലും നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. നിനക്ക് എന്തായാലും മതിയല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടാന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ പുതിയതല്ലേ, ഇവിടുത്തെ അനുഭവങ്ങളല്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതെ, പുതിയ ചില ആളുകൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലത് ഉണ്ടാവും എന്ന് അർത്ഥം വെച്ച് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, അച്ഛാ, വേദമല്ല ഈ കേക്ക് വാങ്ങിച്ചതെന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ നോക്കുമ്പോൾ, അയ്യോ ഞാനല്ല, അച്ഛന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ ചിന്തിക്കുക കൂടിയില്ല, ഞാൻ വാങ്ങിച്ചതല്ല അതെന്ന് പറയും. അന്നേരം കമലാമ്മ പറയും, ഞാനാണ് വാങ്ങിച്ചത്, ശ്രീശക്തിന്ന് നോക്കി നടത്തി, പിന്നെ പൈസ കുറച്ച് കിട്ടിയിരുന്നില്ലേ, അപ്പോൾ അതെൻ്റെ കൈ വെച്ചോളാം മാഷ് പറഞ്ഞിട്ടുണ്ടായില്ലേ, അതുകൊണ്ട് ഞാനാണിത് വാങ്ങിച്ചത്. ഞാൻ പോയ സമയത്ത് തന്നെ വേദന കയ്യിൽ പൈസ കൊടുത്തിട്ട് കേക്ക് വാങ്ങിക്കാനായിട്ട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാഷിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അന്നേരം വിശ്വം പറയുന്നുണ്ട്, അതെ, എന്തായാലും വേദ ഈ വീട്ടിൽ വന്നതോടുകൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങി, ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കണമല്ലേ, വേദ വന്ന കാരണം കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയട്ടോ. ഇത് കേൾക്കുമ്പോൾ മാഷ് പറയും, അത് ശരിയാ നീ പറഞ്ഞത്, അവൾ നല്ല വീട്ടിൽ നിന്ന് വന്നതാ, അവളുടെ വീട്ടിൽ നല്ല മക്കളും ഉണ്ട്, ഇവിടെ ഉള്ളത് ഗുണ്ടകളും മൊണ്ണന്മാരും ആണല്ലോ എന്നൊക്കെ പറയട്ടോ. എൻ്റെ മക്കളിൽ ആരെങ്കിലും ആണ് ഈ ഒരു കേക്ക് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായേനെ, അവർ അധ്വാനിച്ച് അതിൻ്റെ പണം കൊണ്ടാണ് ഈ കേക്ക് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ മുറിച്ചേനെ, ഇതിപ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ പറയുന്നുണ്ട്, അല്ല, ഇനി അടുത്ത പിറന്നാളിന് ഞാനില്ലെങ്കിലോ അല്ലേ എന്ന് ചോദിക്കണം. മാഷേ, എന്താ മാഷ് പറയുന്നത്? ഇന്നലെ ഉണ്ടായ ആക്രമണം നീ മറന്നോ കമലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇളയ മോൻ്റെ ഗുണഗണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് അടുത്ത പിറന്നാളിന് ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല, അപ്പോൾ ഇതൊരു ഓർമ്മയായിക്കോട്ടെ അല്ലേ എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് ഇങ്ങനെ കേക്ക് മുറിക്കാൻ പോകുമ്പോൾ, വേണ്ട മാഷ്, ഇതുപോലെ പ്രാഗിക്കൊണ്ട് ഈ കേക്ക് മുറിക്കേണ്ട മാഷേ, അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്തത്, ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ, എന്തായാലും ഈ കേക്ക് മാഷി ഇങ്ങനെ പ്രാഗിക്കൊണ്ട് മുറിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കമലാമ്മ കരഞ്ഞുകൊണ്ട് പോകും കേട്ടോ. പിന്നെ കൂടെ അച്ഛനും പോകും. ഈ സമയത്ത് നന്ദിനി പറയും, ഇപ്പം നിനക്ക് സമാധാനമായില്ലേ അച്ഛനെയും അമ്മനെയും വേദനിപ്പിച്ചപ്പോൾ എന്ന് പറയും. എന്നാലും നന്ദിനി അടുത്തിന് സമ്മതിച്ചു എന്ന് പറയും കേട്ടോ. അതിനെന്തിനാണ് എന്നെ സമ്മതിക്കുന്നത്, നിങ്ങൾ ഈ കേക്ക് മേടിച്ചതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല, ഇനി എല്ലാ കുറ്റം എൻ്റെ മേത്തിക്കാക്കിക്കുക എന്ന് പറയും കേട്ടോ. അതല്ല, വിചാരിച്ചതുപോലൊക്കെ നടന്നല്ലോ എന്ന് പറയാണ് കേട്ടോ വേദ. ഞാൻ എന്ത് വിചാരിച്ചെന്ന അപ്പോൾ ശ്രീജ പറയും, വിചാരിച്ചതല്ല, പ്രാർത്ഥന പോലെ എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് പറഞ്ഞിട്ട് വാ വേദ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകട്ടോ. അപ്പോൾ വിഷൻ ചോദിക്കുന്നുണ്ടല്ല, ആ കേക്ക് മുറിക്കുന്നില്ലേ, കത്തിയല്ല അവിടെ ഇരിക്കുന്നത്, എടുത്ത് മുറിച്ച് തിന്നോ എന്ന് പറഞ്ഞിട്ട് ശ്രീജ ദേഷ്യത്തോടുകൂടി പോകും. വേഗം തന്നെ വിഷൻ ആ കേക്ക് കട്ട് ചെയ്യണിട്ടോ. ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേക്ക് കഷ്ണം അച്ഛന് കൊടുക്കുന്നത് പോലെ കാണിക്കുകയും അത് സ്വയം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വിശ്വം. ഇതേ സമയം അമ്മയാണെന്നുണ്ടെങ്കിൽ മുകളിൽ തുണി ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കണേ, ആ സമയത്ത് കരയുന്നുണ്ട്. അപ്പം മാഷ് അങ്ങോട്ട് വരാൻ കേട്ടോ. മാഷ് കമലയോട് ചോദിക്കുകയാണ്, കമലെ, നീ ഇങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യുന്നത്, കരയാണോ എന്നും ചോദിക്കുകയാണ് കേട്ടോ. എന്നാലും മാഷ് വായുന്ന അങ്ങനെയുള്ള വാക്കുകളൊന്നും വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറയട്ടോ. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് പറയും. ഇല്ല, ഇത് ഞാനൊരിക്കലും ക്ഷമിക്കില്ല. സാധാരണ മാഷ് എന്തെങ്കിലും പറയുമ്പോൾ മാഷിൻ്റെ വേദന കൊണ്ടും മാഷിൻ്റെ നെഞ്ചിരിപ്പ് കൊണ്ടും പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ വാക്കുകൾ മാഷ് പറഞ്ഞപ്പോൾ തകർന്നു പോയത് എൻ്റെ നെഞ്ചാണെന്നൊക്കെ പറയും. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ വിക്രം നമുക്ക് കൂട്ടുവരുന്നത്? ഇല്ലല്ലോ, ആദ്യമായിട്ടല്ല അവൻ രാവിലെ തന്നെ നമുക്ക് കൂട്ടുവരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ അവൻ പേടിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവൻ പോകുമെന്നുള്ള പേടി അവനുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്.
അതുമാത്രമല്ല ഇതൊക്കെ നിന്നെക്കൊണ്ട് ചെയ്യിച്ചത് വേദയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേദനെ നീ സ്നേഹിച്ചു തുടങ്ങിയത് കൊണ്ടാണ് വേദ പറയുന്നതൊക്കെ നീ അനുസരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അതെ, എനിക്ക് ആ കുട്ടിനോട് സ്നേഹം തന്നെയാണ്. അവർ പക്ഷേ ആ കുട്ടി നമ്മുടെ മോനെ നന്നാക്കിയാലോ, ആ കുട്ടി മുഖേന നമ്മുടെ മോൻ നന്നായെങ്കിലോ അപ്പം മാഷ്ക്ക് ഇതൊക്കെ തിരുത്തി പറയേണ്ടി വരും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മാഷ് പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ കുട്ടീനെ സ്നേഹിക്കരുതെന്ന്. അത് ആ കുട്ടിയോടുള്ള വിഷമം കൊണ്ടല്ല, ആ കുട്ടീനെ ഈ ദുരിതത്തിൽ നിന്ന് ഒന്ന് അകറ്റാനാണ്. ഈ ലോകം നമുക്ക് പരിചയമുള്ളതല്ല, അതുപോലെ ആ കുട്ടിക്കും പരിചയമുള്ളതല്ല. അവൻ നാളെ ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് അവൻ്റെ പോക്കുന്നുണ്ടെങ്കിൽ നാളെ അവൻ ഏതെങ്കിലും ആൾക്കാരുടെ കത്തിമുനയിൽ തീരും. അപ്പോൾ അവൻ്റെ വിധവയായി അവൾ ഇവിടെ നിന്ന് പടി ഇറങ്ങി പോകുന്നത് നമ്മൾ കാണേണ്ടി വരും. അത് വേണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ. അവൾ നമ്മളെ മോനെ മാറ്റിയെടുക്കും എന്നൊക്കെ പറയുമ്പോൾ മാഷക്ക് അതിന് വിശ്വാസം വരുന്നില്ല. അപ്പം മാഷ് പറഞ്ഞിട്ട്, ഇല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഒരിക്കലും അങ്ങനെയൊന്നും നടക്കില്ല. ഏതെങ്കിലും ഒരാളുടെ കത്തിമുനയിൽ നമ്മുടെ മോൻ തീരുമ്പോൾ അവൻ്റെ വിധവയായി ആ കുട്ടി മാറരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കുട്ടീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നീയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയട്ടെ. ഇതൊക്കെ കേട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ കമലാമ്മ മാഷെ കെട്ടിപ്പിടിച്ചിട്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീനിവാസ സാറ് വിളിക്കുകയാണ്. എന്നിട്ട് പറയും, നീ എവിടെയാ? ഞാൻ ആ അഭിലാഷ് ബാറിലുണ്ടെന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, അവിടേക്ക് പോകുക. ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യരുത്. ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലത്തിലാണ് അവൻ രക്ഷപ്പെട്ടത്, പിന്നെ അവൻ പൊങ്ങിയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ഇനിയൊന്നും ചെയ്യാൻ നിൽക്കരുത്, അതും പകൽ വെളിച്ചത്തിൽ ഒരിക്കലും അവന് എതിരെ നീ പ്രവർത്തിക്കരുത് എന്നൊക്കെ പറയട്ടോ. നീ എന്താ ഒന്നും മിണ്ടാത്ത? ശരി സാറേ, സാറ് പറഞ്ഞ പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം നേരെ ബാറിലേക്ക് പോകുകയാണ്. ഈ സമയത്ത് അവിടെ നിന്ന് ശ്രീകാന്ത് പോകണാണിപ്പോൾ ശ്രീകാന്തിനെ വിളിക്കാൻ ടാളിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കിട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. എന്താ ഈ സ്ഥലത്ത്, അതെന്താ നിനക്ക് മാത്രം ഇവിടെ വരാൻ പാടുള്ളൂ എന്നൊക്കെ ചോദിക്കട്ടോ. അതല്ല, ഇതുപോലുള്ള ലോക്കൽസ് വരുന്ന സ്ഥലത്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചതാണ് എന്ന് പറയും. അപ്പോൾ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ഞാനെന്തായാലും ഇവിടെ എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു. അയാൾ ഇവിടെ ഉണ്ടെന്ന് അറിയിപ്പ് കിട്ടിയിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ ഞാൻ കാണാൻ പോകുന്ന ആളും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ, ഇന്നലെ എൻ്റെ അച്ഛൻ്റെ അമ്മരെ നേരെ നടന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നോ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനൊരു വരവ് വരും നിങ്ങളുടെ വീട്ടിലേക്ക്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലായിരിക്കും ഞാൻ പെരുമാറുക എന്നൊക്കെ പറയുകയാണേ. ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനമ്മനെയും ദ്രോഹിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പം ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരട്ടെ. അവൻ്റെ വായിൽ നിന്ന് നിങ്ങളുടെ പേരെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് വിക്രം അകത്തേക്ക് ചെല്ലാണ്. ഈ സമയത്ത് അഭിലാഷും കൂട്ടരും ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടെയുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മനെ തീർക്കാൻ ശ്രീകാന്ത് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ തയ്യാറായത്, പിന്നെ എന്തിനാണ് ഇനി അച്ഛനും അമ്മനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് അയാൾ കാശ് കൊണ്ടു തന്നതെന്ന് പറയും. അയാളുടെ പെങ്ങളെ വിക്രം കെട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് വേറെ ഒരാൾ പറയുന്നു കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ, ഈ വിനായകനാണല്ലോ നമുക്ക് ഈ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചത്, മറ്റേ ഭണ്ഡാരം മോഷ്ടിക്കേണ്ട സംഭവം. പക്ഷേ ഈ അച്ഛനും അമ്മനെയും തീർക്കാനുള്ള കാര്യം വന്നപ്പോഴേ വിനായകൻ കാലുമാറിക്കാണും, അതുകൊണ്ടാണ് അവൻ ഈ കാശ് കൊണ്ടുവന്ന് തന്നത്. എന്തായാലും നിങ്ങളൊന്ന് കുറച്ച് മാറി നിന്നോ എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് വിക്രം വരുന്നത് കാണിക്കുന്നത്. വിക്രമാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിലൊക്കെ വന്നിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കുപ്പി ബീറ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അതും കൊണ്ടാണ് അഭിലാഷിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അഭിലാഷിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇനി എൻ്റെ നേരെ കളിക്കരുതെന്ന്, പക്ഷെ നീ അത് കേട്ടില്ല. എൻ്റെ അച്ഛനമ്മേനെ നേരെ നീ വാളോങ്ങാൻ തയ്യാറായി, പക്ഷേ അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അഭിലാഷ് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ഒറ്റ ചവിട്ടിനെ അഭിലാഷിനെ താഴ്ത്തിക്ക് ഇടാൻ കേട്ടോ. എന്നിട്ട് ആ ഒരു ബീറും കുപ്പി പൊട്ടിച്ചിട്ട് ആ ബീറും കുപ്പി അഭിലാഷിൻ്റെ മുഖത്തു കൂടെ ഒഴിക്കുകയാണ്. മുഖത്തു കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു ലൈറ്ററും കൂടിയിട്ട് കത്തിച്ച് പിടിച്ച് നിൽക്കുന്ന വിക്രത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.